Hello dear students. ഇനി ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം കെയ്നീഷ്യൻ വ്യൂ. കെയ്നീഷ്യൻ വ്യൂ അബൌട്ട് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് ഡിറ്റർമിൻഡ് ബൈ the intersection of demand for and supply of labor. ഓക്കെ, നമുക്കറിയാം പ്രോഡക്റ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാർക്കറ്റിലൊക്കെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഈസ് എ പോയിന്റ് വേർ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ, അല്ലേ? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? ലൈക്ക് ഗുഡ്സ് മാർക്കറ്റ്, ലേബർ market equilibrium is also determined by the intersection of demand for labor and supply of labor. അപ്പോൾ ലേബറിൻ്റെ ഡിമാൻഡും ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ദ കെയ്നീഷ്യൻ മോഡൽ, the supply of labor is a function of money wage. കെയ്നീഷ്യൻ ഇക്കണോമിക്സിൽ അല്ലെങ്കിൽ കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ് മോഡലിൽ സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് മണി വേജ്. ഓക്കെ, എത്ര എമൗണ്ട് ലേബർ യൂണിറ്റ്സ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് മണി വേജ്. മണി വേജ് കൂടുകയാണെങ്കിൽ ലേബർ യൂണിറ്റ്സ് എംപ്ലോയിഡ് ചെയ്യുന്നത് കൂടും. വേജ് കുറഞ്ഞാൽ ലേബർ യൂണിറ്റ്സ് ഉൽപ്പാദനത്തിൽ എംപ്ലോയിഡ് ചെയ്യുന്ന യൂണിറ്റ്സ് കുറയും. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് അസോസിയേഷൻ ബിറ്റ്വീൻ മണി വേജ് ആൻഡ് ലേബർ സപ്ലൈ. ഓക്കെ, ദ സപ്ലൈ ഓഫ് ലേബർ ഈസ് അസ്യൂംഡ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വിത്ത് റെസ്പെക്ട് ടു ദി കറണ്ട് മണി വേജ്. ഇപ്പോൾ മണി വേജ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സപ്ലൈ ഓഫ് ലേബർ ഉണ്ടല്ലോ, സപ്ലൈ ഓഫ് ലേബർ ഈസ് അസ്യൂംഡ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. സപ്ലൈ ഫങ്ഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് വെൻ വി ടേക്ക് മണി വേജ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? ഈ സപ്ലൈ ഓഫ് ലേബർ ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. കെയ്നീഷ്യൻ്റെ ഒരു പ്രത്യേകത, കെയ്നീഷ്യൻ ഇക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ലേബർ സപ്ലൈ ഈസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ വിത്ത് റെസ്പെക്ട് ടു മണി വേജ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ റിജിഡിറ്റി ഓഫ് മണി വേജസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. പെട്ടെന്ന് വേജ് നമ്മൾ പറഞ്ഞു വേജ് റിജിഡാണ്. ഈ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് വർക്കേഴ്സ്, ഈ മൂന്ന് കാരണത്താൽ വേജ് നമുക്ക് താഴോട്ട് പോവില്ല. വേജ് ഫ്ലെക്സിബിൾ അല്ല, റിജിഡാണ്. അതുകൊണ്ടാണ് ഈ ലേബർ സപ്ലൈ എപ്പോഴും എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൻ്റെ കർവ് നിങ്ങൾക്കറിയാം, ഒരു ഇൻഫിനിറ്റ് ടൈപ്പ് കർവായിരിക്കും, അല്ലെ? ഇലാസ്റ്റിസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് ആലോചിച്ച് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ദിസ് ഡയഗ്രാം നമ്മൾ കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും, ഡിമാൻഡ് ഫോർ ലേബർ, സപ്ലൈ ഓഫ് ലേബർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഈ കർവ് നോക്കൂ. ഈ കർവിൽ PS എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. ഓക്കെ, അതുപോലെ P0S എന്നുള്ളത് സപ്ലൈ കർവും, P0D എന്നുള്ളത് ഡിമാൻഡ് കർവും. ക്ലിയർ ആണോ? അപ്പോൾ OX ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യുന്നു. OY ആക്സിസ് വി മെഷർ മണി വേജ് റേറ്റ്. ഓക്കെ, മണി വേജ് റേറ്റ് മെഷർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഡിമാൻഡ് കർവ്, ദ ഡിമാൻഡ് ഫോർ ലേബർ അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് റെപ്രസെൻറ്റഡ് ബൈ ദി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് P0D കർവ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. P0S എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. ഓക്കെ, ഇനി സപ്പോസ് വേജ് റേറ്റ് ഈസ് W0. ഓക്കെ, W1 ഉണ്ട്. W0 ആണ് വേജ് റേറ്റ് എന്നുള്ളത്, വെരി ഹൈ വേജ് റേറ്റ് ആണ്. അവിടെ നമ്മൾ എന്താണ് ലേബർ സപ്ലൈ എന്ന് പറയുന്നത്
എത്രയായിരിക്കും? സപ്ലൈ കർവ് ഇവിടെ P0 എസ് എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് ലേബർ സപ്ലൈ. ഓക്കെ, അറ്റ് ഹൈ വേജ് റേറ്റിൽ W0 പിന്നെ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് എസ് എന്നുള്ള പോയിൻ്റാണ് ലേബർ സപ്ലൈ പോയിന്റ്. അപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് അറ്റ് ഹൈ വേജ് റേറ്റിൽ എന്താ പറയുക 0N2 അല്ലെങ്കിൽ N2 പോയിൻ്റാണ് അല്ലേ, N2 പോയിൻ്റാണ്. പക്ഷേ വാട്ട് അബൌട്ട് ദ ഡിമാൻഡ് ഫോർ ലേബർ? ഡിമാൻഡ് ഫോർ ലേബർ കർവ് എന്ന് പറയുന്നത് P0D ആണ്. കർവ് ശ്രദ്ധിക്കുക, P0D ആണ് അല്ലേ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് കർവ് W0 വേജ് റേറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എത്ര? N0 എന്നുള്ളതിൻ്റെ അതിന് മുകളിൽ അവിടെ ഒരു പിന്നെ അവർ എന്താണ് അവിടെ നൊട്ടേഷൻ കൊടുത്തിട്ടില്ല. എസ്സിനെ എസ് കൊടുത്ത പോലെ ഇപ്പുറത്ത് നൊട്ടേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ആക്ച്വലി ദ ഡിമാൻഡ് ഫോർ ലേബർ സപ്ലൈ എത്രയുണ്ട്, പക്ഷേ ഡിമാൻഡ് എത്രയേ ഉള്ളൂ? ഹൈ വേജ് റേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ ഡിമാൻഡൊന്നും ഉണ്ടാവില്ല ലേബേഴ്സിന്. അതുകൊണ്ട് ON0 യൂണിറ്റ്സ് ഓൺലി ഡിമാൻഡ്. ഓക്കെ, കാരണം ഡിമാൻഡ് കർവ് അവിടെയാണ്. W0 വേജ് റേറ്റിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ON0 മുകളിലുള്ള ആ ഡിമാൻഡ് കർവ് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് അത്രയേ ഉള്ളൂ ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ ദാറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ N0 ആൻഡ് N2, ആ ഗ്യാപ്പ് എന്താണ്? ദാറ്റ് ഈസ് N0 ആൻഡ് N2 എന്ന് പറയുന്നത് വിച്ച് ഈസ് കാൾഡ് ആസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അത് വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇതാണ് N0 N2 എന്ന് പറയുന്നത് വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വേജ് റേറ്റ് W0 അവിടെ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് എസ് എന്ന പോയിന്റിൽ N2 യൂണിറ്റ്സ് ഓഫ് ലേബർ സപ്ലൈ ആണ്. പക്ഷേ അറ്റ് വെരി ഹൈ വേജ് റേറ്റ് എന്താണ് ഡിമാൻഡ് കർവ് ഈസ് എന്താണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? എത്ര ഡിമാൻഡ്? ON0 യൂണിറ്റ്സ് ഓൺലി ഡിമാൻഡ് അല്ലേ. അപ്പോൾ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ N0 ആൻഡ് N2 ഈസ് കാൾഡ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് ക്ലാസിക്കൽസിൻ്റെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് N0 N2 എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ബിലീവ് ദാറ്റ് ദർ ഇസ് എ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ വേജ് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ വേജ് എന്തെങ്കിലും വേജ് കുറച്ചാൽ നമുക്ക് ഈ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ ഇക്കണോമിക് തൊട്ട് പറയുന്നത്. പക്ഷേ കെയ്ൻസ് പറയുന്നത് എന്താണ്? എക്കണോമി എപ്പോഴും വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് അല്ല, ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ കെയ്ൻസ് എന്തുകൊണ്ടാണ്? ഇൻ കെയ്നീഷ്യൻ തിയറി നമുക്കറിയാം, സിൻസ് ദ മണി വേജസ് ആർ റിജിഡ് അല്ലേ, റിജിഡ് in the downward direction, there is no mechanism to clear the labor market and unemployment prevails at the money wage rate W0. അപ്പോൾ കെയ്ൻസ് പറയുന്നത് അങ്ങനെ ഒരു വേജ് റിജിഡാണ്, വേജ് എപ്പോഴും എന്താണ് റിജിഡാണ്, അതൊരു ഫ്ലെക്സിബിൾ അല്ല. അതുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഒരു എന്താണ് പെർമനൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഒരു എക്കോണമിയിൽ ഉണ്ടാകും എന്നാണ് ഇയാൾ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻ എക്കണോമി ആൾവേസ് ഹാവിങ് ആൻ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ആ അൺഎംപ്ലോയ്മെൻറ്റ് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇയാൾ പറയുന്നത്, ഇയാളുടെ കെയ്നീഷ്യൻ കാഴ്ചപ്പാട് പ്രകാരം ദ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടല്ലോ, N0 N2 ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഈസ് പാർട്ടിലി വളണ്ടറി ആൻഡ് പാർട്ടിലി ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ക്ലാസിക്കൽസ് പറയുന്നത് N0 N2 ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ദാറ്റ് മീൻ സപ്ലൈ ഓഫ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ഫോർ ലേബർ, ആ ഗ്യാപ്പ്, ദാറ്റ് മീൻ N0 N2.
അവർ പറയും ദാറ്റ് ഈസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് വി ക്യാൻ സോൾവ് ഇഫ് വേജ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽസ് വ്യൂ. കെയ്ൻസ് പറയുന്നത് ദ ഗ്യാപ്പ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ N0 ആൻഡ് N2 ദാറ്റ് മീൻസ് ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, ആ ഗ്യാപ്പാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം സപ്ലൈ കൂടുതലാണ് ഡിമാൻഡിനേക്കാൾ. ആ ഗ്യാപ്പ് ഈസ് പാർട്ട് ഓഫ് പാർട്ടിലി വളണ്ടറി ആൻഡ് പാർട്ടിലി ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അത് ഇൻവളണ്ടറിയും പിന്നെ അതുപോലെ തന്നെ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് കൂടെ കൂടിയതാണ് എന്താണ് പറയുന്നത് ഈ N0 N2 ഗ്യാപ്പ്. ഓക്കെ, ഇനി ഇതിൽ N0 N1 നമ്മൾ അത് N0 N1 ഇയാൾ പറയുന്ന ഈസ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ മറ്റേതോ N1 N2 ഈസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കെയ്ൻസ് പറയുന്നത് N0 N1 എന്നുള്ളതാണ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്? വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് occurs when unemployed workers are not willing to work at the current wage rate. അപ്പോൾ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് അതെപ്പോഴും എക്കോണമിയിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ ബട്ട് പീപ്പിൾ ആർ നോട്ട് റെഡി ടു വർക്ക്. ജോലി ഉണ്ട്, പണിക്ക് പോകാൻ എന്താണ് തയ്യാറല്ല. അതാണ് വളണ്ടറി അൺഎംപ്ലോയ്ഡ് എന്ന്. വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കെ വെൻ ദ അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു വർക്ക് അറ്റ് ദ കറണ്ട് പ്രിവൈലിംഗ് വേജ്. നിലവിൽ ഉള്ള വേതനത്തിന് അല്ലെങ്കിൽ വേജ് റേറ്റിന് ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറല്ല. ആ അൺഎംപ്ലോയ്മെൻറ്റിനാണ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ദ പാർട്ട് ഓഫ് N1 N2 പാർട്ടാണ്. അത്രയും ആളുകൾ എന്താണ് നിലവിൽ ഉള്ള വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ദാറ്റ് ഈസ് വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്? ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് occurs when unemployed workers are willing to work at or below the current wage rate but are unable to find jobs. അവർ involuntary unemployed, they are ready to work at a prevailing wage rate or below prevailing wage rate but they are unable to find jobs. ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള വേജ് റേറ്റിനോ അല്ലെങ്കിൽ ആ വേജ് റേറ്റിനൊക്കെ താഴെയുള്ള വേജിനോ ജോലി ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ദേ ആർ അണേബിൾ ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് എന്താണ്? ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു കെയ്ൻസ് ദാറ്റ് ദ സിറ്റുവേഷൻ ഈസ് ബിറ്റ്വീൻ N0 and N1. N0 and N1 is a situation where people are ready to work but they are unable to find employment. Okay. N1 and N2 are is the situation in which people are not ready to work at the prevailing wage rates. അപ്പോൾ രണ്ട് പാർട്ടാണ് കെയ്ൻസ് ഇതിനെ അൺഎംപ്ലോയ്മെൻറ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തത്. പക്ഷേ ക്ലാസിക്കൽസ് പറയുന്നത് N0 and N2 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അത് വളണ്ടറിയാണ്, അത് താൽക്കാലികമാണ്. വേജ് കട്ട് ക്രിയേറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള സിറ്റുവേഷൻ. ഓക്കെ, വേജ് കട്ട് ചെയ്താൽ ഈ ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡ് ഈക്വൽ ആവുന്നൊരു പോയിന്റിലോട്ട് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും എന്തായിരിക്കും? എക്കോണമി ഈസ് അറ്റ് പോയിന്റ് ഓഫ് O(2). ഓക്കെ, അവിടെ എന്താണ്? എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്? കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റിൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡ് ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. അത് കെയ്നീഷ്യൻ്റെ ലേബർ സപ്ലൈയുടെ പ്രത്യേകത എന്താണ്, ലേബർ സപ്ലൈ എന്തിൻ്റെ ഫങ്ഷനാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഡയഗ്രമാറ്റിക്കലി നമ്മൾ എന്താണ് ഡിമാൻഡ് കർവ് എന്താണെന്ന് കാണിച്ചു, സപ്ലൈ കർവ് എന്താണെന്ന് കാണിച്ചു. അതിൽ വേജ് പ്രൈസ് റിജിഡിറ്റിൻ്റെ അല്ലെങ്കിൽ വേജ് റിജിഡിറ്റിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇതിൽ എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞ് ക്ലാസിക്കൽസിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. കെയ്നീഷ്യൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. കെയ്ൻസ് രണ്ട് രൂപത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് സജസ്റ്റ് ചെയ്തു.
ഒന്ന് വളണ്ടറി, മറ്റൊന്ന് ഇൻവളണ്ടറി. ക്ലാസിക്കൽസ് വളണ്ടറി മാത്രമേ പറഞ്ഞത്. അത് വേജിൽ ഫ്ലെക്സിബിലിറ്റി വരുത്തിയാൽ, ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നാൽ അത് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ്? അപ്പോൾ ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ്. ഫസ്റ്റ്, in the labor market both supply and demand depends solely on the money wage. Demand for labor, supply of labor is a function of money wage ആണ്. ഓക്കെ, രണ്ട് അതുപോലെ എന്ത് റിലേഷനാണ്? കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ സപ്ലൈ ഓഫ് ലേബർ ഈസ് എ ഡയറക്റ്റ് ഫങ്ഷൻ ഓഫ് മണി വേജ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഫങ്ഷൻ ഓഫ് മണി വേജ്. അപ്പോൾ സപ്ലൈ ആയിട്ട് ഡയറക്റ്റ് റിലേഷനും ഈ ഡിമാൻഡ് ഇൻവേഴ്സ് അസോസിയേഷൻ ആണുള്ളത്. ഓക്കെ, പിന്നെ രണ്ട്, കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ കെയ്ൻസ് പറയുന്നത് എക്കോണമിയിൽ എപ്പോഴും ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് കെയ്ൻസിൻ ലേബർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എപ്പോഴും കെയ്ൻസ് വിശ്വസിച്ചത് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പീപ്പിൾ റെഡി ടു വർക്ക്, ദേ ആർ അൺഎബിൾ ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ്. മൂന്ന്, in the Keynesian labor market model, since the labor supply curve is horizontal at a given money wage rate, അപ്പോൾ ലേബർ സപ്ലൈ കർവ് കെയ്നീഷ്യൻ മോഡൽ ഹൊറിസോണ്ടലാണ്. ദാറ്റ് മീൻ ഈ കർവിൽ ലേബർ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, മോറോലെസ് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലാണ്. അപ്പോൾ അറ്റ് എ ഗിവൺ വേജ് റേറ്റ്, അപ്പോൾ ഈ വേജ് റേറ്റിൽ W0 ഹൊറിസോണ്ടലാണ്. W0S അതാണ് ലേബർ സപ്ലൈ കർവ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് എന്താണ് ഹൊറിസോണ്ടൽ ആൻഡ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ഫോർ ലേബർ. അപ്പോൾ ലേബർ സപ്ലൈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ഡിമാൻഡ് ഫോർ ലേബറാണ് മെയിനായിട്ട് ഈ ഇക്വിലിബ്രിയം, ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. പിന്നെ ദ ലേബർ മാർക്കറ്റ് ഈസ് ഓൾവേസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ബിക്കോസ് ഓഫ് റിജിഡിറ്റി ഓഫ് മണി വേജ്. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുന്നത് മണി വേജ് റിജിഡാണ്, അതുകൊണ്ട് എപ്പോഴും എക്കോണമി അൺഎംപ്ലോയ്മെൻറ്റിലായിരിക്കും. നെക്സ്റ്റ്, ലേബർ മാർക്കറ്റ് ഈസ് നോട്ട് സെൽഫ് അഡ്ജസ്റ്റിംഗ് നേച്ചർ ബിക്കോസ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ്. ഒരിക്കലും സെൽഫ് അഡ്ജസ്റ്റിംഗ് ഇൻ നേച്ചർ എന്നുള്ള ഫിനോമിന ഒരിക്കലും ലേബർ മാർക്കറ്റിലില്ല. സെൽഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്ത് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഐഡിയാസ്. So these are the important features of Keynesian labor market.